പരിപാവനമായ ദുൽഹിജ്ജ മാസം വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുഹറം 1 പിറ കണ്ടാൽ മറക്കാതെ നമ്മൾ ചെയ്യേണ്ട 2 ദുആയുണ്ട്, ഒരു ദിക്റുണ്ട്, ഒരു തസ്ബീഹുണ്ട്, അതുപോലെ ഒരു ചെറിയ സൂറത്തോദനം. അതോടൊപ്പം തന്നെ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത്. പല ആളുകളും ചോദിക്കുന്നു, ഉസ്താദേ, മുഹറം മാസം കടന്നു വരുമ്പോൾ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ പ്രഥമ രാത്രിയിലും പകലിലുമായി 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുന്ന പതിവ് ഞങ്ങൾക്കുണ്ട്. ഈ ആയത്തുൽ കുർസി ഓതുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? മുഹറം മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങളുടെ നിര തന്നെ കിതാബുകളിൽ കാണാം. ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ? ഒരുപാട് പേര് പറയുന്നു, വിശുദ്ധമായ മുഹറം മാസം കടന്നു വന്നാൽ ആ മുഹറം മാസത്തിൽ കല്യാണം വെക്കുവാൻ പാടില്ല, നിക്കാഹ് വെക്കാൻ പാടില്ല, പുതിയ വീട് താമസം വെക്കുവാൻ പാടില്ല, പുതിയ വാഹനം എടുക്കുവാൻ പാടില്ല, പുതുതായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇസ്ലാമിക് കലണ്ടർ പ്രകാരം ഏറ്റവും അവസാനത്തെ മാസമാകുന്ന ദുൽഹിജ്ജ മാസം വിട പറയുകയും അതുപോലെ ഇസ്ലാമിക് ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ മാസമാകുന്ന മുഹറം മാസം കടന്നു വരികയും ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മൾ അറിയേണ്ടതും പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതുമായ ഒരു കൂട്ടം നല്ല കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ പറയപ്പെടുന്ന ദുആകളും ദിക്റുകളും മറക്കാതെ എൻ്റെ ഉമ്മമാരെ എഴുതി വെച്ച് തന്നെ നിങ്ങൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസം വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് നമ്മുടെ മുന്നിലുള്ളത്. മുഹറം മാസം കടന്നു വരാൻ നമ്മുടെ വാതിൽ പടിയിൽ എത്തി നിൽക്കുന്നു. ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ട താമസം. ഒരു അതിഥി നമ്മളിൽ നിന്നും വിട പറയാൻ ഒരുങ്ങുന്നു. അമലുകൾ നിറഞ്ഞ, പുണ്യമായ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. ഒരു വർഷം പോകുന്നു, അടുത്ത വർഷം വരുന്നു. പരിശുദ്ധമായ ഹജ്ജും അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങളും ഉദ്ഹിയ്യത്തും ഒക്കെയായി പുണ്യങ്ങളുടെ ഒരു പൂക്കാലം തന്നെ തീർത്ത ദുൽഹിജ്ജ മാസം നമ്മളിൽ നിന്നും വിട പറയുമ്പോൾ കണ്ണീരോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്രയയക്കുക. ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, പുണ്യമായ ദുൽഹിജ്ജ മാസം അല്ല, ഒരു വർഷം ഞങ്ങളിൽ നിന്നും വിട പറയുകയാണ്. ഹിജ്റ വർഷം 1444 ആ വർഷം ഞങ്ങളിൽ നിന്നും ഇതാ വിട പറഞ്ഞു പോവുകയാണ്. റബ്ബേ, അള്ളാഹുവേ, പുതിയൊരു വർഷം വരികയാണ്. ഈ കഴിഞ്ഞു പോകുന്ന വർഷം നിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് അനുകൂലമായി പറയുന്ന അവസ്ഥ നീ വരുത്തണേ അല്ലാ, പ്രതികൂലമാക്കല്ലേ അല്ലാ എന്ന് നമ്മൾ ദുആരക്കണം. മാത്രമല്ല, ഇന്നത്തെ മഗ്രിബിന് ശേഷമൊക്കെ ഒരുപാട് നമ്മൾ ദുആരക്കണം. ഒരുപാട് ഇസ്തിഗ്ഫാറാണ് മെയിനായിട്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നത് 2 രൂപത്തിലാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ, നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, സ്വതക്കകൾ, ഖുർആൻ പാരായണം എല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് വെളുത്ത രൂപത്തിലും 2 കറുത്ത രൂപത്തിലും. സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, എന്താണ് ഈ വെളുപ്പിനുള്ള കാരണം? അവിടെന്ന് പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞു, ഈ വെളുത്ത അമലുകൾ അത് ഇസ്തിഗ്ഫാർ കലർന്നിട്ടുള്ള അമലുകളാണ്. അതുകൊണ്ട് ഒരു വർഷം വിട പറയാൻ ഒരുങ്ങുമ്പോൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ഈ വർഷം നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ വെളുത്ത രൂപത്തിൽ, അബിയലായിട്ടുള്ള വെളുത്ത രൂപത്തിൽ, ഒരു പാപങ്ങളുമില്ലാത്ത തരത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണം. അതിനെൻ്റെ മുഅ്മിനീങ്ങളെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ഇസ്തിഗ്ഫാർ 3 തരത്തിൽ പറയാം. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ പറയാം. രണ്ടാമത്തേത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മൂന്നാമത്തേത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി. 3 രൂപമാണ്. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ്, നോർമലായിട്ട് നമ്മൾ പറയുന്നു. രണ്ടാമത്തേത് കുറച്ചുകൂടി അധികരിപ്പിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മൂന്നാമത്തേത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി. 3 രൂപത്തിൽ പറയാം. ഇതിലേതാണോ നമുക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നത് ആ ഒരു ഇസ്തിഗ്ഫാർ നമ്മൾ പറയണം. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്.
പ്രത്യേകിച്ച് ഇന്നത്തെ മഗ്‌രിബിന് ശേഷം. ശ്രദ്ധിക്കണേ, ഇന്ന് തിങ്കളാഴ്ച, ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരത്തിന്, ഇന്നത്തെ മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, നാളെ ചൊവ്വാഴ്ച, നാളെയും മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റെങ്കിലും, കുറഞ്ഞത് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഒരു ദിക്ർ പതിവാക്കുക. ഒരു 33 പ്രാവശ്യമെങ്കിലും പറയാൻ ശ്രദ്ധിക്കുക. ഏതാണ് ആ ദിക്ർ? കാരണം മുഹറം വരുന്നു, ദുൽഹിജ്ജ പോകുന്നു, വലിയ സുന്ദരമായ ഒരു ആഗമനത്തിൻ്റെയും ഒരു നിർഗമനത്തിൻ്റെയും ഒരു സന്ദർഭമാണ്. ആ സമയത്ത് നമ്മൾ പറയേണ്ട ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കുകളുമാണ് നമ്മളവിടെ പറയുന്നത്. മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന വാക്ക്, റഹ്മാനായ റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 വാക്കാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നു വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാർ പറയുന്നു, റബ്ബേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. നമ്മൾ ഇസ്തിഗ്ഫാർ അവിടെ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ്, നാളത്തെ മഗ്‌രിബിന് മുമ്പ്, മഗ്‌രിബിന് ശേഷവും പറ്റുന്ന സമയത്തെല്ലാം ഈ ദിക്ർ പതിവാക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതായത് ഇസ്തിഗ്ഫാർ ഒരുപാട് അധികരിപ്പിക്കേണ്ടതുണ്ട്. നിലാവ് കണ്ടാൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് നല്ല അമലുകളുണ്ട്. ഒന്നാമത്തേത് അല്ലാഹുവിനെ സ്തുതിക്കൽ, അൽഹംദുലില്ലാഹ്. ഒന്നാമത് മുഹറം പിറ കണ്ടു എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ, നമ്മൾ ആദ്യം പറയണം അൽഹംദുലില്ലാ എന്ന് പറയണം. അതിനുശേഷം അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്ന ദുആ പറയൽ പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്ന ദുആ പറയൽ പ്രത്യേകം സുന്നത്താണ്. മുഹറം മാസം കടന്നു വരുന്നു. ദുൽഹിജ്ജ മാസം വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുത്തുമുഅ്മിനീങ്ങളോട് പറയട്ടെ, ഹാസിബു ഖബ്ല അൻ തുഹാസബു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി ഒന്ന് വിചാരണ ചെയ്യണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ ഖലീഫയാണ്. മഹാനവറുകൾ വഫാത്തായി. മഹാനവറുകളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി സ്വഹാബിമാർ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഇങ്ങനെ ഊരി അദ്ദേഹത്തെ മലർത്തി കിടത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ മുതുകിൽ മുഴുവനും വലിയ ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെട്ട വലിയ പാടുകൾ കാണുകയാണ്, കരിവാളിച്ച പാടുകൾ. ചോദിച്ചു ഭാര്യയോട്, ആരാണ് ഇദ്ദേഹത്തെ ഇത്ര വലിയ ഉപദ്രവം കൊടുത്തത്, ആരാണ് ഉപദ്രവിച്ചത്? ആ സമയത്ത് ഭാര്യയാകുന്ന ആത്തിക്ക ബീവി പറയുകയാണ്, ഇത് ആരും അദ്ദേഹത്തെ ഉപദ്രവിച്ചതല്ല, സ്വന്തമായി ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തിൽ അടിച്ചിട്ട് വിചാരണ ചെയ്തതാണ്. ഉമറേ, ഓരോ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ചാട്ടവാറെടുത്ത് സ്വന്തം ശരീരത്തിൽ അടിച്ചിട്ട് ചോദിക്കും, ഉമറേ, ഇന്ന് നീ എന്തൊക്കെ തെറ്റ് ചെയ്തടാ, എന്തൊക്കെ കുറ്റം ചെയ്തു, എന്തൊക്കെ പാപം ചെയ്തു, നീ എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞു എന്നൊക്കെ സ്വന്തമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് വിചാരണ ചെയ്തതാണ്, അതിൻ്റെ പാടുകളാണ് കണ്ടതെന്ന് മഹദിയായ ആത്തിക്ക ബീവി എന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മങ്ങനെ ചാട്ടവാറൊന്നും അടിക്കാൻ പോവണ്ട, നമുക്ക് അതിന് കഴിവേ ഇല്ല. സ്വന്തമായി ഒന്ന് ചിന്തിക്കാൻ, പടച്ചോനെ എന്തൊക്കെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം, ഈ വർഷം ഇതാ പോവുകയാണ്, ഇനി പുതിയൊരു വർഷം വരികയാണ്, മുഹറം മാസം വരികയാണല്ലോ, എന്തൊക്കെ തെറ്റുകളാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തിൽ ചെയ്തത്, ഞാൻ അതിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തോ എന്നും ചിന്തിക്കണം. തൗബ ചെയ്തോ, ഇസ്തിഗ്ഫാർ പറഞ്ഞോ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയണം. അതുപോലെ തന്നെ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പുതുവർഷമാകുന്ന ഈ സുന്ദരമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം.
എന്ത്? ഒന്നാമത്തേത് പിറ കണ്ടാലുള്ള ദുആയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാ മാസവും അത് പറയാറുണ്ട്, പിറ കണ്ടാലുള്ള ദുആ. അതുപോലെ സൂറത്തുൽ മുൽക്ക് നാളത്തെ എല്ലാ രാത്രിയിലും മുതൽ സുന്നത്താണ്. പിന്നെ പ്രത്യേകിച്ച് മുഹറം 1 എന്നറിഞ്ഞാൽ അന്നത്തെ രാത്രി സൂറത്തുൽ മുൽക്ക് മുതൽ പ്രത്യേകം ഖൈറാൻ. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിയ, നമ്മൾ മുഹറം മാസം കടന്നു വന്നാൽ പിന്നെ വലിയൊരു ഇബാദത്തിൻ്റെ ഒരു ധന്യതയുണ്ടാവണം. പ്രത്യേകിച്ച് മുഹറം 1 to 10 വരെയുള്ള ദിവസങ്ങളെങ്കിലും മുഹറം മൊത്തം ഓതാൻ പറ്റിയാൽ ഏറ്റവും വലിയ ഖൈറാൻ. മുഹറം 1 to 10 ദിവസമെങ്കിലും നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം ജീവിതത്തിൽ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തേത് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കണം. അത് പ്രത്യേകം ഖൈറാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവാൻ അത് കാരണമാണ്. അതുപോലെ തന്നെ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസത്തിൽ, ആദ്യത്തെ ദിവസത്തിൽ ഒരു മനുഷ്യൻ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ 360 ദിവസവും അല്ലാഹു തആല അവനിക്ക് വലിയ ഹിഫ്ള് കൊടുക്കുമെന്നാണ്, വലിയ കാവൽ കൊടുക്കുമെന്നാണ്. ഈ 360 ദിവസം, അതായത് ഈ ഒരു വർഷം എത്ര ദിവസമുണ്ടോ ആ ഒരു വർഷത്തിൽ അള്ളാഹുവിൻ്റെ വലിയ കാവലും സലാമത്തും, എന്ത് ചെയ്താലും അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാകും 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ. ഉസ്താദേ, ഈ 360 പ്രാവശ്യമൊക്കെ ഞങ്ങൾ എങ്ങനെ ആയത്തുൽ കുർസി ഓതും? എത്ര സമയം വേണം? അത് എങ്ങനെ ഓതും ഉസ്താദേ? ഞങ്ങൾക്ക് എണ്ണം തെറ്റും, ഞങ്ങൾക്ക് ഓതാൻ പറ്റൂല, ഞങ്ങൾ ഒരുപാട് സമയം വേണ്ട. ഒരു സമയം വേണ്ട, 360 പ്രാവശ്യം ഒറ്റ ഇരിപ്പിന് ഓതണമെന്നൊന്നുമില്ലല്ലോ. നമ്മൾ നിസ്സാരമായ സമയം മതി ആയത്തുൽ കുർസി ഓതാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധമായ മുഹറം മാസം 1 എന്നാണെന്നറിഞ്ഞാൽ അന്നത്തെ രാവും പകലുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതാം. ആർക്കും അതൊരു ഭാരമായി തോന്നണ്ട, ഒരു പേടിയായിട്ട് തോന്നണ്ട. ആയത്തുൽ കുർസി വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണല്ലോ. അതായത് ഖുർആനിൻ്റെ നേതാവാണെന്നാണ്, ഖുർആനിൻ്റെ ആയത്തുകളുടെ നേതാവാണ്, സയ്യിദുൽ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് അവൻ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ, അതുപോലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്തും ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ വുദു എടുത്തതിന് ശേഷം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവനക്ക് 70 ദറജകൾ ഉയർത്തും, പദവികൾ ഉയർത്തുമെന്നാണ്. നിസ്കാരത്തിന് ശേഷം അവൻ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ അല്ലാഹു തആല ഒരൊറ്റ മറയേ ഉള്ളൂ, മരണമെന്ന മറ. ആ മരണത്തിൻ്റെ മറ മാറിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നേരെ സ്വർഗത്തിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. വീട്ടിൽ വെച്ചൊരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ 30 ശൈത്വാന്മാരുടെ ഷർറിനെ തൊട്ട് അല്ലാഹു തആല അവനെയും അവൻ്റെ വീടിനെയും കാക്കുമെന്നാണ്. ആയത്തുൽ കുർസി പതിവായി ഓതുന്ന വ്യക്തിയിൽ 40 ദിവസം കണ്ണേറ് സിഹ്ർ ഏൽക്കില്ല എന്ന് ഓതേണ്ട രൂപത്തിൽ ഓതണം കേട്ടോ. വെറുതെ അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അങ്ങനെയല്ല, ഓതേണ്ട രൂപത്തിൽ ആയത്തുൽ കുർസി ഓതണം. പിന്നെ അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിക്കും. ആ ഉറക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഉറങ്ങുന്ന സമയത്ത് അവരെ ആരെല്ലാം എന്തെല്ലാം ഉപദ്രവിക്കാൻ വരുന്നോ ആ ഉപദ്രവത്തിൽ നിന്നുള്ള കാവലിനായി ഒരു മലക്കിനെ പടച്ചോൻ ഏൽപ്പിക്കുമെന്നാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുൽ കുർസി ഓതിയാൽ തന്നെ കിട്ടുന്ന ഒരുപാട് വമ്പൻ പ്രതിഫലങ്ങളുണ്ട്. അത് ഒരു സ്ഥലത്ത്. പക്ഷേ ഈ ആയത്തുൽ കുർസി മുഹറം 1 രാവിലും പകലിലുമായി ഓതി തീർത്താൽ 360 പ്രാവശ്യം ഓതിയാൽ അല്ലാഹു തആല ഒരുപാട് ശ്രേഷ്ഠതകളാണ് കൊടുക്കുന്നത്. അവൻ്റെ വീട്ടിൽ ഖൈറുണ്ടാകും. ഈ 360 ദിവസം അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും അവനുണ്ടാവുക. തുടങ്ങി ഒരുപാട് നന്മകൾ നമുക്ക് കിട്ടാൻ ഉണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ 360 പ്രാവശ്യം ആ ആയത്തുൽ കുർസി ഓതണം. അതുപോലെ തന്നെ ഈ ആയത്തുൽ കുർസി ഓതുമ്പോൾ ഈ 360 പ്രാവശ്യം ഓതുന്ന സമയത്ത് 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ഓരോ ആയത്തുൽ കുർസി ഓതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം എന്ന് ബിസ്മി ഓതിയിട്ട് വേണം നമ്മൾ ആയത്തുൽ കുർസി ഓതാൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അങ്ങനെയല്ല. ഓരോ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത അല്ലാഹു ലാ ഇലാഹ ഇല്ല അല്ലാഹു ലാ ഇലാഹ അങ്ങനെയല്ല. ഓരോ ആയത്തുൽ കുർസിക്ക് ഇടയിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം
ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഈ ആയത്തുൽ കുർസിയെ അതിൻ്റെ അക്ഷരങ്ങളൊന്നും തെറ്റാതെ ഏകദേശം 360 പ്രാവശ്യം നമ്മൾ ഓതുക. ഇത് ഒറ്റ ഉരിപ്പിന് തന്നെ ഇങ്ങനെ ഓതി തീർക്കണം എന്നൊന്നുമില്ല. നമുക്കറിയാം, നമ്മൾക്ക് ഒരുപാട് ജോലിയുള്ളവരാണ്, ഒരുപാട് തിരക്കുള്ളവരാണ്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നത് പോലെ പറ്റുന്നത് പോലെ എങ്കിലും ഇത് ഓതി തീർക്കുക. അത് ഒരൊറ്റ ഇരിപ്പിന് ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓതാം. അല്ലെങ്കിൽ എൻ്റെ ഉമ്മമാർ ജോലി ചെയ്യുന്ന സമയമാണ്, അല്ലെങ്കിൽ ഉപ്പമാർ വാഹനങ്ങൾ ഓടിക്കുന്ന സമയമാണ്, ജോലി ചെയ്യുന്ന സമയമാണ്, ഏത് സമയത്തും നിങ്ങൾക്കിത് ഓതാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞ് നമ്മളൊരു ദുആ പ്രത്യേകം പറയേണ്ടതുണ്ട്. ഒരു ദുആ അറബിയിൽ പറയുക, പിന്നെ ബാക്കി നമുക്ക് മലയാളത്തിൽ അറിയാവുന്നത് പോലെയൊക്കെ ദുആരക്കാം. അപ്പോൾ ആ ദുആ എങ്ങനെയാ? ആ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ട ഒരു ദുആയാണ്. ആദ്യം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്, അത് പറയുക. അത് കഴിഞ്ഞിട്ട് ഇനി പറയുന്ന ദുആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലിഹി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് ആ ദുആ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഉസ്താദേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ അർത്ഥം പഠിച്ചോ. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ. അല്ലാഹുവേ, അവസ്ഥകൾ മാറ്റിമറിക്കുന്ന റബ്ബേ. ഓരോ ആളുകൾക്കും ഓരോരോ അവസ്ഥകളാണ്, ഓരോ ഹാലാണ്. അപ്പോൾ അവസ്ഥകൾ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ ഹാല്, പുതിയൊരു വർഷം വരികയാണല്ലോ, ഞങ്ങളുടെ അവസ്ഥ നീ നന്നാക്കി തരണേ അല്ലാ. ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ. ഉന്നതനും പ്രതാപശാലിയുമായ റബ്ബേ, നിന്റെ ഹാല് കൊണ്ടും അതുപോലെ നിന്റെ കഴിവ് കൊണ്ടും നിന്റെ ശക്തി കൊണ്ടും ഞങ്ങളുടെ നല്ല അവസ്ഥ നീ തരണേ അല്ലാ, ഞങ്ങളുടെ മോശപ്പെട്ട അവസ്ഥകളെ നീ മാറ്റി തരണേ അല്ലാ എന്നാണ് ഈ ഒരു ദുആഇൻ്റെ ഏകദേശ അർത്ഥം. അപ്പോൾ 360 പ്രാവശ്യം നമ്മൾ ബിസ്മിയോടുകൂടി ആയത്തുൽ കുർസി ഓതിയിട്ട് ഈ ദുആ കൂടി പറയുക. എന്നിട്ട് പിന്നെ മലയാളത്തിൽ പടച്ചോനെ എന്നും പറഞ്ഞ് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ നമുക്ക് ദുആരക്കാം. അപ്പോൾ ഈ ദുആ പഠിച്ചു വെക്കുക. ഒരുപാട് പേര് പറയുന്നു, വിശുദ്ധമായ മുഹറം മാസം കടന്നു വന്നാൽ ആ മുഹറം മാസത്തിൽ കല്യാണം വെക്കുവാൻ പാടില്ല, നിക്കാഹ് വെക്കാൻ പാടില്ല, പുതിയ വീട് താമസം വെക്കുവാൻ പാടില്ല, പുതിയ വാഹനം എടുക്കുവാൻ പാടില്ല, പുതുതായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കിടയിൽ പരത്തിയത് ആരാണ്? ഇതിൻ്റെ കാരണം എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും 1-2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് വാദിക്കുന്ന, ഇത് പറയുന്ന ആളുകൾ ഇങ്ങനെ പറയാൻ കാരണം. അതായത് പ്രധാനമായ കാരണങ്ങളിൽ ഒന്നാമത്തേത്, ഈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 10ാമത്തെ ദിവസത്തിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാവാകുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബല യുദ്ധത്തിൽ വഫാത്താകുന്നത്, കൊല്ലപ്പെടുന്നത്. ഈ ഒരു ചരിത്രമെടുത്ത് ഷിയാക്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഈ മുഹറം മാസം ഇനി ഒന്നിനും കൊള്ളില്ല, ഇനി ഒന്നും നമ്മൾ പുതുതായി ചെയ്യാൻ പാടില്ല, കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലുബൈത്തിൽപ്പെട്ട, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പൊന്നുമോൻ വഫാത്താക്കപ്പെട്ടിരിക്കുന്നു. ആ ചോര ഭൂമിയിൽ വീണ ദിവസമാണ്, മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ പുതുതായൊന്നും തുടങ്ങാൻ പാടില്ല, അത് അപലക്ഷണമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പഴമക്കാർ, നമ്മുടെ മുൻഗാമികളിൽ ചില ആളുകൾ അവർ പറയാറുണ്ട്, ഈ മുഹറം മാസം തുടക്കമാണ്, ഒരു വർഷത്തിൻ്റെ തുടക്കമാണ്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് അത് പരാജയപ്പെട്ടാൽ ആ വർഷം മുഴുവനും നമുക്ക് പരാജയമായിരിക്കും. അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ തുടക്കം മുഹറം മാസത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് നഷ്ടപ്പെടലുകളുടെ ഒരു പേമാര് തന്നെയായിരിക്കും. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്, അന്ധവിശ്വാസമാണ്.
മറ്റൊരു കാരണം, നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികൾ അവർ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നു. ഇങ്ങനെ സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്ന ആളുകൾ അവർ കല്യാണത്തിന് ക്ഷണിച്ചാൽ ഒരുപക്ഷെ കല്യാണത്തിന് പോവാറില്ല. കാരണം കല്യാണത്തിന് പോയാൽ അവിടെ ഭക്ഷണം കഴിക്കണ്ടേ, നോമ്പുകാരായിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അവർ കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പെരകേറ് താമസത്തിനോ അതുപോലുള്ള കാര്യങ്ങൾക്ക് പോകാറില്ലായിരുന്നു. ഈ പോകാറില്ലാത്ത ഈ അവസ്ഥയെ ദുശ്ശഗുണമാക്കി എടുത്ത് ചില ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ മാസങ്ങളുടെ നേതാവാണ്, ഒരുപാട് പുണ്യമുള്ള മാസമാണ്. പക്ഷേ ആ റമദാൻ മാസത്തിൽ നമ്മൾ ആരും നിക്കാഹ് വെക്കാറില്ല, കല്യാണം വെക്കാറില്ല. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ പെരകേറ് താമസം, വീട് താമസം നമ്മൾ വെക്കാറില്ല. കാരണം എന്താണ്? മാസം നല്ല മാസമാണെങ്കിലും നമ്മൾ അന്ന് പകലിൽ നോമ്പുകാരായിരിക്കുന്നത് കൊണ്ട് അന്ന് പരിപാടികൾ നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. എന്നതുപോലെ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ചില ആളുകൾ, മഹത്തുക്കളായ ആളുകൾ മുഹറം 1 മുതൽ 10 വരെ സുന്നത്ത് നോമ്പ് കൃത്യമായി പിടിക്കുന്നത് കൊണ്ട് അന്നവർ കല്യാണം വെക്കുകയോ കല്യാണത്തിന് പോവുകയോ പെരകേറി താമസം വെക്കുകയോ വീട് താമസത്തിന് പോവുകയോ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ പിന്നീട് വന്ന ആളുകൾ അതൊരു അപലക്ഷണമായി കണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സത്യം നോക്കിയാൽ മുഹറം മാസം എന്തുകൊണ്ടും നല്ല മാസമാണ്. അതുകൊണ്ട് വിശുദ്ധമായ മുഹറം മാസം വിവാഹം നടത്താനും വിവാഹം നിശ്ചയിക്കുവാനും അതുപോലെ കച്ചവടം തുടങ്ങുവാനും വീട് കയറി താമസിക്കുവാനും വീടിന് തറക്കല്ലിടുവാനും അല്ലെങ്കിൽ വീടിന് കുറ്റിയടിക്കുവാനും അതുപോലെ തന്നെ ഒരു യാത്ര പോകുവാനും ഒക്കെ യാതൊരു തടസ്സവുമില്ലാത്ത മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അള്ളാഹു വിജയം കൊടുത്ത, സന്തോഷം കൊടുത്ത മാസമാണ് മുഹറം മാസം. ഈ മുഹറം മാസം എങ്ങനെയാണ് ദുശ്ശഗുണമാകുന്നത്? അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടിയിട്ട് ഹിജ്റ കലണ്ടർ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്രഥമമായ മാസമായി മുഹറം മാസത്തെ വെക്കുകയാണ്. എന്തെങ്കിലും ഒരു ദുശ്ശഗുണമുള്ള മാസമായിരുന്നു മുഹറം മാസമെങ്കിൽ അവർ ഒന്നാമത്തെ പ്രഥമ മാസമായി ഹിജ്റ കലണ്ടറിൽ മുഹറം മാസത്തെ വെക്കുമായിരുന്നില്ല. അതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരാകുന്ന മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർക്ക് തൗറാത്തും ഇഞ്ചീലും സബൂറുമെല്ലാം അള്ളാഹു ഇറക്കി കൊടുത്ത മാസവും കൂടിയാണ് ഈ വിശുദ്ധമായ മുഹറം മാസം. അതുപോലെ തന്നെ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാനിൻ്റെ പുണ്യമായ നോമ്പിന് ശേഷം ആ പുണ്യത്തോട് കിടപിടിക്കുന്ന ഒരു നോമ്പ് നിലനിൽക്കുന്ന മാസമാണ് മുഹറം മാസം. ഇത്രയേറെ ശ്രേഷ്ഠതയും പവിത്രതയും ഇത്രയേറെ ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മുഹറം മാസം എങ്ങനെയാണ് ഒരു നെഹ്സായി മാറുന്നത്? എങ്ങനെയാണ് ഒരു ദുശ്ശഗുണമായി മാറുന്നത്? എങ്ങനെയാണ് ഒരു നല്ല കാര്യം തുടങ്ങുന്നതിന് തടസ്സമായി മാറുന്നത്? ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്, ഇതൊക്കെ വെറും അന്ധവിശ്വാസം. നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു പൂച്ച വട്ടം ചാടി, അത് ദുശ്ശഗുണമായി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറകിൽ നിന്നും ഒരാൾ നമ്മളെ വിളിച്ചാൽ അതൊരു ദുശ്ശഗുണമായി കണക്കാക്കുന്ന ചില ആളുകളുണ്ട്. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിൽ കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ പോകണം. അതൊന്നും ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക്, അതുപോലെ നമ്മൾ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ പോകുന്ന വഴിയിൽ കാക്ക കരഞ്ഞാൽ, പക്ഷികൾ ചിലച്ചാൽ അന്ന് വിരുന്നുകാർ വീട്ടിൽ വരും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ നമുക്കിടയിൽ ഒരുപാട് കണ്ട് വളർന്നിരിക്കുന്നു. ഇതിലൊന്നും വിശുദ്ധമായ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. പക്ഷേ ഇസ്ലാമിൽ നല്ലതുമുണ്ട്, ഇസ്ലാമിൽ ചീത്തയുമുണ്ട്. ആ ചീത്തതിനെ തടയാൻ നബി തങ്ങൾ ഒരുപാട് ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ലത് നമ്മൾ ഫോളോ ചെയ്യുക. പറഞ്ഞു വന്നത്, ഈ മുഹറം മാസം അതൊരു ദുശ്ശഗുണത്തിൻ്റെ മാസമാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല. വിശുദ്ധമായ മുഹറത്തിൻ്റെ 1 മുതൽ 10 വരെ നല്ല കാര്യങ്ങൾ തുടങ്ങാത്തതിൻ്റെ ഒരു കാരണം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് മുൻഗാമികളായ ആളുകൾ സുന്നത്ത് നോമ്പ് പിടിക്കുന്നത് കൊണ്ട് അന്നവർ പകലിൽ കല്യാണം വെച്ചിരുന്നില്ല, അന്നവർ പാല് കാച്ച് വെച്ചിരുന്നില്ല, അന്ന് വീട് കയറി താമസം അവർ വെച്ചിരുന്നില്ല. അതേ അതിനൊരു കാരണമുള്ളൂ. എന്ത്? സുന്നത്ത് നോമ്പായതുകൊണ്ട്. അല്ലാതെ അതൊരു ദുശ്ശഗുണമായത് കൊണ്ടല്ല ആ മാസത്തിൽ അവർ നിക്കാഹ് വെക്കാത്തതോ അല്ലെങ്കിൽ ഒരു വീട് കയറി താമസം വെക്കാത്തതോ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാര്, എൻ്റെ ഉപ്പമാര് പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആരും വഞ്ചിതരായി പോകുവാൻ പാടില്ല. അതുകൊണ്ട് വീണ്ടും ഊന്നിപ്പറയുന്നു, വിശുദ്ധമായ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, വിശുദ്ധമായ പരിശുദ്ധമായ
ഈ മുഹറം മാസത്തിന് യാതൊരു കുഴപ്പവുമില്ല. ഏത് നല്ല കാര്യം തുടങ്ങുവാനും ഏത് നല്ല കാര്യം തുടർത്തിക്കൊണ്ടുപോകുവാനും പറ്റിയ മാസം ഈ മുഹറം മാസത്തെ പോലെ മറ്റൊരു മാസവുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെ നമ്മൾ തൂത്തെറിയുക, നമ്മൾ അതിൻ്റെ പുറകെ ഒന്നും പോവാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, സുന്ദരമായ പവിത്രമായ ഒരു മാസം വിട പറയുന്നു. അതുപോലെ ശ്രേഷ്ഠമായ ഒരു മാസം കടന്നു വരാൻ പോകുന്നു, വിശുദ്ധമായ മുഹറം മാസം. അല്ലാഹു തആല ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും ഒരേപോലെയല്ല ശ്രേഷ്ഠത കൊടുത്തത്. വ്യത്യസ്തമായ തരത്തിലാണ് ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ കൊടുത്തിട്ടുള്ളത്. അള്ളാഹു പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ളത് 4 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. ഇതിൽ ഖുർആനിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത. ലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല ഈ ലോകത്ത് ഒരുപാട് പള്ളികൾ വെച്ചിട്ടുണ്ട്. പള്ളികൾ ഒരുപാടുണ്ട്. ആ പള്ളികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളി അത് വിശുദ്ധമായ കഅബയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ലോകത്തിൻ്റെ നടത്തിപ്പിൽപ്പെട്ടതാണ്, പ്രകൃതിയുടെ നാട്ടു നടപ്പിൽപ്പെട്ടതാണ് ചില വസ്തുക്കളെ മറ്റു ചില വസ്തുക്കളേക്കാൾ പദവിയും സ്ഥാനവും മഹത്വവും കൊടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള പേര് ഹബീബുല്ലാഹ് എന്നാണ്. ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളത് ഖലീലുല്ലാഹ് എന്നാണ്. മൂസാ നബിക്ക് അല്ലാഹു കൊടുത്തത് കലീമുല്ലാ എന്നാണ്. ഈസാ നബിക്ക് കൊടുത്തത് റൂഹുല്ലാ എന്നാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകത്തിന്, ലോകത്ത് ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞ ഒട്ടകം, അത് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകമാണ്. നാഖത്തുല്ലാഹ്. വിശുദ്ധമായ കഅബയെ അല്ലാഹു തആല പറയുന്നത് ബൈത്തുല്ലാഹ്. വിശുദ്ധമായ കടന്നു വരുന്ന മുഹറം മാസത്തെ പറ്റി അള്ളാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തുന്നു. അത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറമാൻ. അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. ഇനി വരുന്ന മുഹറം മാസത്തിൽ മുഹറം 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ നോമ്പ് പിടിക്കൽ വളരെ ശ്രേഷ്ഠമുള്ളതാണ്. പ്രത്യേകിച്ച് മുഹറം 1 to 10 വലിയ ശ്രേഷ്ഠതയാണ്. അതിലും സ്പെഷ്യലായി മുഹറം 9, 10 വളരെ പുണ്യമാണ്. ഒന്നുകിൽ മുഹറം 10 മാത്രം നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം 9, 10 നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം 9, 10, 11 നോമ്പ് പിടിക്കും. അങ്ങനെ 3 രൂപത്തിലാണ് വലിയ ശ്രേഷ്ഠത മഹാന്മാർ എണ്ണിയത്. അപ്പോൾ പറഞ്ഞു വന്നത്, മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല പണ്ടും അതുപോലെ തന്നെ ഇപ്പോഴുമൊക്കെ ഒരുപാട് നന്മകൾ കൊടുക്കുന്ന ഒരു മാസമാണ് മുഹറം മാസം. അള്ളാഹുവിൻ്റെ സ്വർഗം, അതുപോലെ അർശ്, കലം, ആകാശം, ഭൂമി, മഴ, ലോകത്താദ്യമായി സസ്യം മുളച്ചത് എല്ലാം മുഹറം മാസത്തിലാണ്. ആദ്യത്തെ ഖിബലയാകുന്ന ബൈത്തുൽ മുഖദ്ദസ് അത് മുഹറം 16-നാണ്. മുഹറം മാസം 16-നാണ് അല്ലാഹു തആല പറഞ്ഞത് മുത്തുനബിയോട്, അള്ളാഹുവിൻ്റെ നബിയേ, പരിശുദ്ധമായ ഖിബല അത് ബൈത്തുൽ മുഖദ്ദസാണ് എന്ന്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കേണ്ടതെന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അല്ലാഹു തആല ഓർഡർ കൊടുത്തത് മുഹറം 16-നാണ്. അബ്രഹത്തിൻ്റെ ആനപ്പടയെ അല്ലാഹു തആല നശിപ്പിച്ചത് മുഹറം 17-നാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു ഒരുപാട് നന്മകൾ കൊടുത്ത, അനുഗ്രഹങ്ങൾ കൊടുത്ത ഒരു മാസമാണ് മുഹറം മാസം. അതുപോലെ തന്നെ മുഹറം മാസം കടന്നു വരുന്നു. ദുൽഹിജ്ജ മാസം വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ. അതുപോലെ തന്നെ നമ്മൾ ഒരു ദുആ അധികരിപ്പിക്കേണ്ടതുണ്ട്. ഏതാണ് ആ ദുആ? മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആ ദുആ പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിനോട് പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരുമ്പോൾ, ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, അള്ളാഹുവേ, കഴിഞ്ഞുപോയ വർഷത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ടോ അതൊന്നും കുറയാതെ ഈ വർഷവും തരണേ അല്ലാ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് എന്തെല്ലാം ആരോഗ്യസ്ഥിതി നൽകിയിട്ടുണ്ടോ അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആരോഗ്യക്ഷമത ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കഴിഞ്ഞ വർഷം എന്തെല്ലാം തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ മാപ്പ് നൽകിയതുപോലെ ഈ വർഷവും തെറ്റൊന്നും ചെയ്യാതെ, ഇനി അഥവാ തെറ്റ് ചെയ്താൽ വലിയ മാപ്പ് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ജമീഇ സഖതിക, റബ്ബേ,
നിന്റെ കോപത്തിന് അടിമയാകുന്ന എന്തെല്ലാം മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്തോ അതുപോലെ ഈ വർഷം ഞങ്ങളെ നീ മോശപ്പെട്ട കർമ്മങ്ങളിലേക്ക് കൊണ്ടുപോവാതെ നീ സംരക്ഷിക്കണേ അല്ലാ എന്നുകൂടി ദുആരക്കൽ പ്രത്യേകം സുന്നത്താണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖ്മതിക വ ജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഒരുപാട് വാരിക്കോരി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ നല്ല ഇഖ്ലാസോടെ തഖ്വയോടുകൂടി ചെയ്താൽ അത് മതി നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ എനിക്ക് സുന്നത്ത് എല്ലാം നിസ്കരിക്കാൻ പറ്റുന്നില്ല. എല്ലാ സുന്നത്തും നിസ്കരിക്കണമെന്നില്ലല്ലോ. നിസ്കരിക്കാൻ നമുക്ക് പറ്റിയാൽ അത് വലിയൊരു ശ്രേഷ്ഠതയാണ്, അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു തൗഫീഖാണ്. എന്നാൽ നമുക്ക് എല്ലാ സുന്നത്തും സ്ഥിരമായി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സ്ഥിരമായി ചില സുന്നത്തുകളെങ്കിലും നമ്മൾ മുടക്കാതെ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണപ്രദമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞത് മുഹറം മാസം നമ്മളിലേക്ക് വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ്. അതുപോലെ ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, ദുആകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വം പറഞ്ഞു. അതുപോലെ പിറ കണ്ടാലുള്ള ദുആ പറഞ്ഞു, പിറ കണ്ടാൽ ചെയ്യേണ്ട മറ്റൊരു ദുആ പറഞ്ഞു. അൽഹംദുലില്ലാ, എല്ലാം അല്ലാഹു തആല പറയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തആല നമ്മളെയും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെയും ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്തുകൾ പറയുന്നുണ്ടോ അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് പടച്ചവൻ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദേ ദുആരക്കണേ എന്ന് പറഞ്ഞു ആരെല്ലാം എന്തെല്ലാം കമൻറ്റുകൾ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് നേരിട്ട് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഈ പുണ്യമായ മുഹറം മാസം നമ്മളിലേക്ക് വരുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ അതിനെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ.